എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 34-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാദോ ഭൂസ്താദവാച മുനികഥിതമനുദ്ദുന്ദുശാന്താധ്വഖേദ നൃണാം ത്രാണായ ബാണേർമുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. കോദണ്ഡി വില്ലും ധരിച്ച്, കൗശികസ്യ വിശ്വാമിത്ര മഹർഷിയുടെ, ക്രതുവരം അവിതും യാഗം രക്ഷിക്കാനായിട്ട്, ലക്ഷ്മണേന അനുയാത യാത അഭൂ ലക്ഷ്മണൻ അനുഗതനായിക്കൊണ്ട് പുറപ്പെട്ടു. ആര്? ശ്രീരാമചന്ദ്രൻ. താതവാച അച്ഛൻ്റെ ആജ്ഞാനുസരണം. മുനികഥിതമനുദ്ദുന്ദശാന്താധ്വഖേദ വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ച 2 മന്ത്രങ്ങളുടെ ശക്തി മൂലം യാത്രാക്ഷീണമോ വിശപ്പോ ദാഹമോ ആ കുട്ടികൾക്ക് ഉണ്ടായില്ല. അത് രാമായണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ബലയും പുനരതിബലയും. ആ മന്ത്രത്തിൻ്റെ പേരാണ് ബല, അതിബല എന്ന്. നൃണാം ത്രാണായ ബാണൈ മുനിവചനബലാത് താടകാം പാടയിത്വാ മനുഷ്യരക്ഷയ്ക്കായി മുനി പറഞ്ഞതനുസരിച്ച് ബാണമുപയോഗിച്ച് താടകയുടെ മാറിടം പിളർന്നു. ലബ്ധ്വാ സിദ്ധാശ്രമാഖ്യം അതും സ്വീകരിച്ച് സിദ്ധാശ്രമമെന്ന. എന്താ സ്വീകരിച്ച്? അസ്മാത് അസ്ത്രജാലം മഹർഷിയെ സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അതാണ് സ്വീകരിച്ചത്. മുനിവനം അഗമ വിശ്വാമിത്ര മുനിയുടെ തപോവനത്തിൽ എത്തിച്ചേർന്നു. ദേവാ ഹേ ദേവ. അവസാനം അങ്ങനെ ദേവ എന്ന് വിളിച്ച് സമർപ്പിക്കാൻ കാരണം, ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ ഇരുന്ന് ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ അങ്ങനെ വർണ്ണിക്കുക. അതിലൊന്നാണ് ശ്രീരാമാവതാരം. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ ദേവാ, അങ്ങ് പിതാവിൻ്റെ ആജ്ഞാനുസരണം കോദണ്ഡപാണിയായി ലക്ഷ്മണനാൽ അനുഗതനായിക്കൊണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശഫലങ്ങളായ 2 മന്ത്രങ്ങളുടെ മാഹാത്മ്യം മൂലം യാത്രാക്ഷീണവും വിശപ്പും ദാഹവും കൂടാതെ മഹർഷിയുടെ ശ്രേഷ്ഠമായ യജ്ഞം പരിപാലിക്കാൻ വേണ്ടി സഞ്ചരിച്ചു. സാധുജന സംരക്ഷണത്തിനു വേണ്ടി അങ്ങ് മഹർഷിയുടെ വാക്കുകൾ ആദരിച്ച് താടകയുടെ മാറിടം അസ്ത്രങ്ങളാൽ പിളർന്നു. ശേഷം ആ മാമുനിയിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ സ്വീകരിച്ച് സിദ്ധാശ്രമമെന്നു പേരായ തപോവനത്തിൽ എത്തുകയും ചെയ്തു. ഹരേ കൃഷ്ണ.